ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP എസ് ശ്രീജിത്ത് നിർദ്ദേശം നൽകി. രാഹുൽ ജി വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു താഴ്ന്നു പറക്കൽ ഉണ്ടായത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭ്യമല്ലേ ഈ ഘട്ടത്തിൽ? നിലവിൽ അത് തന്നെയാണ് ചോദ്യം. അന്വേഷണത്തിലാണ് അതിന് ഉള്ള മറുപടി ലഭിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ സൈനിക ഹെലികോപ്റ്റർ ഇത്തരത്തിൽ സന്നിധാനത്തിന് മുകളിലൂടെ പറക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത്. ജീവനക്കാരും ഈ ശബരിമലയിലെ ജീവനക്കാരും തൊഴിലാളികളുമാണ് ഈ കാഴ്ച കാണുന്നത്. ഏതാണ്ട് ഈ കൊടിമരത്തിന് വളരെ താഴ്ന്നു തന്നെയാണ് ഈ ഹെലികോപ്റ്റർ പറന്നത്. അത്രയധികം താഴ്ന്ന്, അതായത് 5 മീറ്റർ കൊടിമരത്തിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിൽ ആണ് ഈ ഹെലികോപ്റ്റർ പറന്നത്. അത്രയും താഴ്ന്നു വരെ ഒരു ഹെലികോപ്റ്റർ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തിയിട്ടില്ല. 4 സൈനികരാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്. സൈനികർ ഈ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് വലിയ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ശബരിമല ക്ഷേത്രമാകട്ടെ സന്നിധാനമാകട്ടെ ഒപ്പം നിലയ്ക്കൽ വരെയുള്ള പ്രദേശം സുരക്ഷ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ്. അവിടേക്കാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയത്. അത് മാത്രമല്ല, അധിക സുരക്ഷാ മേഖലയിലേക്ക് എങ്ങനെ ഹെലികോപ്റ്റർ എത്തി, എന്തിനെത്തി എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇത് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ആണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അവർക്ക് അവിടെ വരേണ്ടി വന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ പോലീസിന്റെ അറിവോടുകൂടി ഡ്രോൺ പരിശോധന നടത്താറുണ്ട്. എന്നാൽ പമ്പ പോലീസിന് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ എത്തുന്നതിനെ പറ്റി അറിവ് ലഭിച്ചിട്ടില്ല. നിലവിൽ എന്തായാലും ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ R. ദേവസ്വൻ ADGP ശബരിമലയുടെ ചുമതലയുള്ള ADGP എസ് ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഏത് സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ എത്തി എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. അതിന്മേൽ ഇനി അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് കൂടുതൽ വ്യക്തതയുണ്ടാവുക.